Welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT Class 9, Chapter 9, Circle Measures. നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ലെങ്ത് ആൻഡ് ആംഗിൾ ആ സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട് ഓഫ് എ സർക്കിൾ, അതായത് ഒരു സെക്ടർ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് സെക്ടർ ഇസ് ഗിവൺ ആസ് എക്സ് ഡിഗ്രി. സോ നമുക്ക് കാണേണ്ടത് ഈ ആർക്ക് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും, ഈ ആർക്ക് ലെങ്ത്. അപ്പോൾ ഈ ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ടാണിത് അല്ലേ. ഇത് എത്ര പാർട്ടായിരിക്കും, എത്ര ഭാഗമായിരിക്കും? അപ്പോൾ ഈ ഒരു ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പെരിമീറ്ററിൻ്റെ സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രിയാണ്. എക്സ് ഡിഗ്രി ബൈ ടോട്ടൽ ആംഗിൾ അറൗണ്ട് എ പോയിൻ്റ് എത്രയാണ്? ഇതിൻ്റെ ചുറ്റുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് ഈ എക്സ് ഡിഗ്രി. അപ്പോൾ എക്സ് ഡിഗ്രി ബൈ 360 2 പൈ ആർ ആണ് ഫുൾ പെരിമീറ്റർ അല്ലേ. സോ ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഈസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ പെരിമീറ്റർ ആസ് ദ ഫ്രാക്ഷൻ ഓഫ് 360 ഡിഗ്രി, ദാറ്റ് ഈസ് ഇറ്റ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഈ 2 പൈ ആറിൻ്റെ എക്സ് ഡിഗ്രി എക്സ് ബൈ 360 ഓഫ് 2 പൈ ആർ ആയിരിക്കും ഈ ഒരു ആർക്ക് ലെങ്ത് വരിക. ടോട്ടൽ പെരിമീറ്ററിൻ്റെ എക്സ് ബൈ 360 പാർട്ടാണിത്. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട്? ഇവിടെ റേഡിയസ് 6 ആണ്, ആംഗിൾ തന്നിരിക്കുന്നത് എക്സ് ഡിഗ്രി. അപ്പം അങ്ങനെയാണെങ്കിൽ ദ ലെങ്ത് ഓഫ് എൻ ആർക്ക്, ഓഫ് എ സർക്കിൾ is that fraction of the perimeter as the fraction of 360 degree that its central angle is. Or in other words, എങ്ങനെ പറയാം? r ആണ് റേഡിയസ്, എക്സ് ഡിഗ്രി ആണ് സെൻട്രൽ ആംഗിൾ, ദെൻ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 2 പൈ ആർ എന്ന് പറഞ്ഞാൽ മുഴുവൻ പെരിമീറ്ററിൻ്റെ എക്സ് ബൈ 360 പാർട്ട് ആയിരിക്കും ആർക്ക് ലെങ്ത്. ഫുൾ പെരിമീറ്ററിൻ്റെ ഇവിടെ എത്രയാണോ ആംഗിൾ ദാറ്റ് ഡിവൈഡഡ് ബൈ 360 ഗിവ്സ് ദിസ് ആർക്ക് ലെങ്ത്. അപ്പോൾ ആർക്ക് ലെങ്ത് കാണണമെങ്കിൽ 2 പൈ ആർ ഇൻറ്റു എക്സ് ബൈ 360. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അബൌട്ട് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക്? വാട്ട് അബൌട്ട് ദി ലെങ്ത് ഓഫ് എൻ ആർക്ക്? Length of an arc of central angle 50 degree in a circle of radius 2.5 centimeters. So what is the length of an arc of central angle? X degree 50 degree തന്നിട്ടുണ്ട്, radius 2.5 തന്നിട്ടുണ്ട്. What is arc length? Arc length is equal to 2 pi r into x by 360. That is equal to radius 2.5 ആണ്. So 2 pi into 2.5 into x is 50 degree divided by 360. That is equal to 50 degree 0 ഇവിടെ ക്യാൻസൽ ആവും. അതേപോലെ 2 into 2.5 എന്ന് പറയുന്നത് 5 pi into 5 by 360, 5 by 36, ഒരു 0 അവിടെ ക്യാൻസൽ ആവും. ദാറ്റ്സ് ഈക്വൽ ടു 25 pi ഡിവൈഡഡ് ബൈ 36, ദാറ്റ് മച്ച് സെൻറ്റിമീറ്റേഴ്സ്. ഇനി നമുക്ക് ആ പൈന് 3.14 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് വാല്യൂ കിട്ടും. സോ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25 into 3.14 divided by 36 will get it as 2.2 centimeters. Approximate value ആണത്. ഓക്കെ, ഇനി നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ
148 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. പേജ് നമ്പർ 148. In a circle, the length of an arc of central angle 40 degree is 3 pi. So, given in a circle, length of an arc of central angle 40 degree is 3 pi. അപ്പോൾ ആർക്ക് ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. ആർക്ക് ലെങ്ത് ആണ് 3 pi. സോ വാട്ട് ഇസ് ആർക്ക് ലെങ്ത്? ആർക്ക് ലെങ്ത് കാണാനുള്ള ഫോർമുല 2 pi r into x by 360. That is given as 3 pi. What is the perimeter of the circle? Perimeter എന്ന് വെച്ചാൽ 2 pi r ആണ്. So 2 pi r is equal to 3 pi into 360 divided by x. ഈ 360 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ആയി ഈ x താഴേക്കും വരും. x എന്ന് പറയുന്നത് 40 ഡിഗ്രി. So 3 pi into 360 divided by 40. 40 here 9 times. So perimeter is equal to 27 pi centimeters. അതാണ് പെരിമീറ്റർ. ഇനി റേഡിയസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ ഹൗ ടു ഫൈൻഡ്? ഇവിടെ 2 pi r തന്നിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 27 pi ആണ്. രണ്ട് ഭാഗത്തുനിന്നും ആ പൈ അങ്ങ് ക്യാൻസൽ ചെയ്താൽ മതി. സോ r is equal to 27 by 2 which is equal to 13.5 centimeter. Now next one. In a circle, length of an arc of central angle 25 degree is 4 centimeters. ഒരു സർക്കിളിൽ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ 25 ഡിഗ്രി 4 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ആർക്ക് ലെങ്ത് ആണത്. അതായത് 2 pi r into 25 by 360 is given as 4. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. This is given. In the same circle, what is the length of an arc of central angle 75 degree? അപ്പോൾ സെയിം സർക്കിൾ എന്ന് പറയുമ്പോൾ 2 pi r സെയിം ആയിരിക്കുമല്ലോ അല്ലേ? ഓൺലി ആംഗിൾ ഇസ് ബീങ് ചേഞ്ച്ഡ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് 2 pi r ഇൻറ്റു, ഇതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, 2 pi r ഇൻറ്റു 75 by 360 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ സെയിം ആസ് 2 pi r ഇൻറ്റു ഈ 75ന് പകരം എങ്ങനെ എഴുതാം? 25 into 3 divided by 360. ഓർ നമുക്ക് 2 pi r into 25 by 360 എത്രയാണെന്നറിയാം. അപ്പോൾ ഒരു ഇൻറ്റു 3യും കൂടി അല്ലേ ഇവിടെ ഉള്ളൂ. സോ we know the value of 2 pi r into 25 by 360. Then here remaining into 3. So this much value already we have discussed here, that is equal to 4. So 4 into 3 is, ഇതിന് പകരം നമുക്ക് 4 കൊടുക്കാം. 4 into 3 which is equal to 12 centimeter. Then അതിലുള്ള സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് സബ് ക്വസ്റ്റ്യനിൽ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 1.5 ടൈംസ് ദ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ ഈ നേരത്തെ കണ്ടുപിടിച്ച ആ സർക്കിളിൻ്റെക്കാളും റേഡിയസ് 1.5 ടൈംസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 75 ഡിഗ്രി? സെൻട്രൽ ആംഗിൾ ഒക്കെ സെയിം തന്നെ, പക്ഷെ റേഡിയസ് 1.5 ടൈംസ് ആണ്. So that is a second sub question. So radius is 1.5 times of the first one. First one r ആയിരുന്നു, ഇപ്പോൾ 1.5 r ആയി. So what happens to arc length? So arc length കാണുന്ന ഫോർമുല എന്താണ്? Arc length is equal to 2 pi r, rന് പകരം 1.5 r ആണ്, into central angle is 75 degree divided by 360. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ പോരെ? കാരണം നമുക്ക് ഓൾറെഡി 2 pi r into 75 by 360 അറിയാം. സോ ആ 1.5 മാത്രമല്ലേ അവിടെ എക്സ്ട്രാ വരുന്നുള്ളൂ അല്ലേ? 2 pi r into 75 by 360 അവിടെ ഉണ്ട്. അതിൽ ആ എക്സ്ട്രാ വരുന്ന 1.5 ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടാൽ മതി. സോ വാട്ട് ഹാപ്പൻസ്? 1.5 let it be outside, remaining 2 pi r into 75 by 360. So 2 pi r into 75 by 360 we have found out here.
that is 12. So instead of this I can write 12. ഇതിന് പകരം 12 എഴുതിയാൽ മതി. So 1.5 into 12. ഈ 1.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? It is 3/2. 3/2 into 12, which is equal to 2 here. 6 times 3 into 6 is 18 centimeter is the arc length. Now next one, third question. From a bangle of radius 3 centimeters, a piece is to be cut out to make a ring of radius half centimeter. ഒരു ബാങ്കിളിൽ നിന്ന് റേഡിയസ് 3 സെൻറ്റിമീറ്റർ ഒരു ബാങ്കിൾ. സോ ഒരു ബാങ്കിൾ, ഇങ്ങനെയുള്ളൊരു ബാങ്കിൾ, അതിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആണ്. എ റിംഗ് ഓഫ് എ പീസസ് ടു ബി കട്ട് ഔട്ട്, ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ടു മേക്ക് എ റിംഗ്, ഒരു ഭാഗം അതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വി ആർ മേക്കിംഗ് എ റിംഗ്. ഇത്രയും ഭാഗം എടുത്തു, ഈ ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഓഫ് റേഡിയസ്, റിങ്ങിൻ്റെ റേഡിയസ് ആണ് ഹാഫ് സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മൾ ഈ ഭാഗം കൊണ്ട് എന്താക്കി? വി ആർ മേക്കിംഗ് എ റിംഗ് ഓഫ് റേഡിയസ് ഹാഫ് സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് ഹാഫ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ വാട്ട് വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദിസ്? 2πr എന്തായിരിക്കും? റേഡിയസ് പെരിമീറ്റർ വിൽ ബി, ഇതിൻ്റെ പെരിമീറ്റർ, റിങ്ങിൻ്റെ പെരിമീറ്റർ, ദറ്റ് ഇസ് 2π into half, വിച്ച് ഇസ് ഈക്വൽ ടു പൈ. പൈ ആണ് റിങ്ങിൻ്റെ പെരിമീറ്റർ ഓഫ് റിങ്. അതേപോലെ വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ബാങ്കിൾ? പെരിമീറ്റർ ഓഫ് ബാങ്കിൾ ഇസ് ഈക്വൽ ടു 2π into 3, which is equal to 6π. So perimeter of the ring പൈയും perimeter of the bangle 6π ആണ്. So what is the meaning of that? ബാങ്കിളിൻ്റെ പെരിമീറ്റർ 6 times of that of this ring. 6 times ആണ് അല്ലേ? അപ്പോൾ അതവിടെ ഓർത്ത് വയ്ക്കുക. പെരിമീറ്റർ ഓഫ് ദ ബാങ്കിൾ ഇസ് 6 times of that of ring. അപ്പോൾ ബാക്കി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്തെടുത്തത്. ബാക്കി 5π ഉണ്ടാവും, കാരണം ഇതിൻ്റെ പെരിമീറ്ററാണ് പൈ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ 6π ആണ്. അതിൽ നിന്ന് ഈ ഭാഗം, ഈ റിങ്ങിനായിട്ടുള്ള ഭാഗം എടുത്ത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 5π ഉണ്ടാവും പെരിമീറ്റർ. ഓക്കെ, സോ നൗ വാട്ട് ഷുഡ് ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ പീസ് ടു ബി കട്ട് ഔട്ട്? അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും സെൻട്രൽ ആംഗിൾ? കട്ട് ചെയ്തെടുത്ത ആ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? So we know that perimeter of the bangle is 6 times the perimeter of the ring. അല്ലേ? Perimeter of the bangle is equal to 6 times perimeter of the ring. Perimeter of the ring. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിളോ? Therefore, അപ്പോൾ സെൻട്രൽ ആംഗിളും ബാങ്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ 6 times that of the central angle of the ring ആയിരിക്കും. Therefore, central angle of the bangle is 6 times central angle of the ring. Central angle of the ring. So, central angle of the bangle എന്ന് വെച്ചാൽ ബാങ്കിൾ ഫുൾ 360 ഡിഗ്രിയാണ് അല്ലേ സെൻട്രൽ ആംഗിൾ. സോ വാട്ട് വിൽ ബി ദ പെരിമീറ്റർ, വാട്ട് വിൽ ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദിസ് പാർട്ട്? 360/6. സോ 6 ടൈംസ് ആണ് അല്ലേ പെരിമീറ്റർ? 6 times ആണ്. റിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ 6 times ആണ് പെരിമീറ്റർ. സോ സെൻട്രൽ ആംഗിൾ ഓൾസോ വിൽ ബി 6 times. സോ വാട്ട് വിൽ ബി ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിംഗ്? സെൻട്രൽ ആംഗിൾ ഓഫ് ദ റിംഗ് വിൽ ബി 360. Total it is 360 divided by 6. So therefore central angle of the piece, of the sector of the piece cut out is equal to 360 divided by 6, which is equal to 60 degree. 60 degree ആണ് ഈ റിങ്ങിൻ്റെ ആ പീസിൻ്റെ സെൻട്രൽ ആംഗിൾ വരുന്നത്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതാണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താ അവിടെ?
The remaining part of the bangle was bent to make a smaller bangle. ആ ബാക്കിയുള്ള ഭാഗം എടുത്തിട്ടാണ് ബാക്കിയുള്ള ഭാഗം ആ ബാങ്കിളുടെ ബാക്കിയുള്ള ഭാഗം എടുത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, വേറൊരു ബാങ്കിൾ ഉണ്ടാക്കുന്നത്, എ സ്മോളർ ബാങ്കിൾ. വാട്ട് ഈസ് ഇറ്റ്സ് റേഡിയസ്? സോ വി നോ ദാറ്റ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദറ്റ് ബാങ്കിൾ, ദ പെരിമീറ്റർ ഓഫ് ദാറ്റ്, ആ സർക്കിളിൻ്റെ ബാക്കിയുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം ടോട്ടൽ 6 പൈ ആണ്, ഇത്രയും ഭാഗം പൈ ആണ്. സോ 6 പൈ മൈനസ് പൈ ഇസ് ഈക്വൽ ടു 5 പൈ വിൽ ബി ദ റിമൈനിങ് പാർട്ട്. We need to find what is the radius. So remaining part, second sub question, remaining part, perimeter of the remaining part, perimeter of the remaining part of the bangle, remaining part of the bangle is equal to 6 pi minus pi which is equal to 5 pi. So അത് നമ്മൾ ഇനി ആ 2 pi r ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. 2 pi r is equal to 5 pi. So that is r is equal to 5 by 2 which is equal to, ഈ പൈ ഇവിടെ ക്യാൻസൽ ആവും, ബാക്കി 5 by 2 which is equal to 2.5 centimeter. So 2.5 centimeter ആണ് ആ പുതിയതായിട്ടൊരു ഭാഗം, ഒരു പീസ് ഓഫ് ദ, ഒരു പാർട്ട് ഓഫ് ദ സർക്കിൾ എടുത്തു നമ്മൾ അല്ലേ. റിങ് ഉണ്ടാക്കാൻ ഒരു ഭാഗവും ഒരു ഭാഗം ചെറിയൊരു ബാങ്കിൾ ഉണ്ടാക്കാൻ അടുത്ത ഭാഗവും. ആ ബാങ്കിൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇനി അതിനകത്ത് കുറച്ചും കൂടെ എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ ഒരു 2-3 ബാക്കിയുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.